SSLC പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ മൊത്തം എണ്ണം എത്രയാണ് എന്ന് ഞാൻ ഓർക്കുന്നില്ല. കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിലുണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം 99.7% വിദ്യാർത്ഥികൾ SSLC പാസ്സായപ്പോൾ ഈ വർഷം അത് 99.4% കുറഞ്ഞുപോയി എന്നുള്ള വ്യാകുലതയാണ് വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ അദ്ദേഹം എക്സ്പ്രസ് ചെയ്തത്. 99.7% കുട്ടികളെ പാസ്സാക്കുന്നു. അതായത് മറിച്ച് പറഞ്ഞാൽ 0.3% വിദ്യാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി കോടാനുകോടി രൂപ മുടക്കി SSLC പരീക്ഷ നടത്തുന്നു. ആ 0.3%, 99.7% പാസ്സാക്കാമെങ്കിൽ ആ 0.3%-നും കൂടെ അങ്ങ് ഓൾ പാസ് കൊടുത്താൽ എത്രയോ കോടി നമ്മുടെ ഖജനാവിൽ ലാഭിക്കാം എന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമുക്കറിയാം, ഇന്ന് മത്സര പരീക്ഷകളുടെ കാലഘട്ടമാണ്. നീറ്റും എൻജിനീയറിങ്ങിൻ്റെ എൻട്രൻസും അതുപോലെ മിക്കവാറും എല്ലാ പ്രൊഫഷണൽ രംഗത്തും ഓൾ ഇന്ത്യ ബേസിസിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് നടത്തിയാണ് കുട്ടികളെ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ഈ ഓൾ ഇന്ത്യ തലത്തിൽ നടക്കുന്ന എൻട്രൻസ് എക്സാമിനേഷൻ്റെ റിസൾട്ട് പരിശോധിച്ചാൽ അറിയാം, അവിടെ മുഴുവൻ ഉന്നത റാങ്കുകളിലേക്ക് എത്തുന്നത്, ക്വാളിഫൈ ചെയ്യപ്പെടുന്നത് മുഴുവൻ CBSE സ്ട്രീമിൽ നിന്നും ICSE സ്ട്രീമിൽ നിന്നും ഇൻ്റർനാഷണൽ സിലബസ് സ്ട്രീമിൽ നിന്നും കേംബ്രിഡ്ജ് സിലബസ് സ്ട്രീമിൽ നിന്നും ഒക്കെ വരുന്ന കുട്ടികളാണ്. എത്ര ശതമാനം കുട്ടികൾ നമ്മുടെ കേരള സിലബസിൽ SSLCയോ +2 പാസ്സായ കുട്ടികളുണ്ട് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കും. അപ്പോൾ മനസ്സിലാകും ഈ 99.7% വിജയിപ്പിക്കുന്നതിലുള്ള പോരായ്മ എന്താണ് എന്നുള്ളത്.